ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ ജി ഗെയിമർ. നമ്മൾ എത്ര നാളുകൾക്ക് ശേഷമാണ് ഞാൻ ഇങ്ങനൊരു വീഡിയോ ഇടുന്നല്ലേ. ഈ വീഡിയോ ഇടാൻ തന്നെ കാരണം നമ്മുടെ നാട്ടിൽ ഒരു വലിയൊരു അപ്ഡേറ്റ് വന്നിരിക്കുകയാണ്. സിറ്റി മാറിയിരിക്കുന്നു. അപ്പോൾ നമ്മുടെ സിറ്റി ഒന്ന് കാണാൻ വേണ്ടിയാണ് നമ്മൾ ഇന്ന് പോകുന്നത് കേട്ടോ. ഒരു ചെറിയ ടൂർ നിങ്ങൾ വേണമെങ്കിൽ കണക്ക് കൂട്ടിയോ. എന്തൊരു ശാന്തത ഫ്രണ്ട്സ്. ഇതുപോലത്തെ ഇത് വേണം. ഒരു GTA 5 മൂഡായിപ്പോൾ നമ്മുടെ ഇത്. പക്ഷേ ഇനിയും വരാൻ പോകുന്ന അപ്ഡേറ്റിൽ ഇങ്ങനത്തെ ഈ സ്ഥലത്ത് ആൾക്കാരൊക്കെ വരാൻ പോകുന്നതാണ് ഞാൻ കേട്ടത്. എന്താകുമെന്ന് എനിക്കറിയത്തില്ല. നമുക്ക് എന്തായാലും നമ്മുടെ നാടൊക്കെ ഒന്ന് ചുറ്റി കറങ്ങി ഒന്ന് റെഡിയാക്കണം. ഓ ഫ്രണ്ട്സ്, പിസ്സ ഷോപ്പ്. അവിടെ കയറാൻ പറ്റുമോ പിസ്സ ഷോപ്പിൽ? ഇല്ല. ടൂൾ ഷോപ്പ്. നമുക്കിനി നിറയെ കണ്ടൻറ്റ് കിട്ടും. കണ്ടില്ലേ ഇതെന്നാ കൂടാ. ഇവിടെ എവിടെയോ ഐഫിൽ ടവർ ഉണ്ടെന്ന് പറയുന്നത് കേട്ടായിരുന്നു. എനിക്കത് തപ്പണം. പിന്നെ നമ്മുടെ ടോണി അല്ലേ നമ്മുടെ ഡോഗ്, അവനെ കൊണ്ടും അവൻ്റെ ഫ്രണ്ട്സിനെ കൊണ്ടും ഒരു ടൂറും കൂടെ നമുക്ക് ഇവിടെ ഒന്ന് നടത്തണം. ആദ്യം തന്നെ ഞാൻ ഈ സ്ഥലമൊക്കെ ഒന്ന് കാണട്ടെ ഫ്രണ്ട്സ്. വാട്ട്, അയ്യോ താഴെ പോയി. ഇവൻ ഈ വണ്ടി നിർത്തിയിട്ട് ഇറങ്ങിയാൽ പോരെ പോട്ടൻ. ഓക്കെ. ഓ ഫ്രണ്ട്സ്, വാട്ട് എ വ്യൂ. ഇതേതാ സ്ഥലം ഫ്രണ്ട്സ്? ഇത് ഞാനിപ്പോൾ കളിക്കുന്ന ഇന്ത്യൻ ബൈക്കാണോ GTA 5 ആണോ? എനിക്ക് അങ്ങനെ പറയാനേ പറ്റുന്നുള്ളൂ. ഇവിടെ നോക്കിയാൽ നമ്മുടെ എന്നാ അവിടെ, വാട്ട് ഈസ് ദാറ്റ്? നമ്മുടെ തോക്കിൽ എന്തെങ്കിലും മാറ്റം. ഇതെന്താ സാധനം? വാട്ട് ടൈപ്പ് ഓഫ് ഗൺ ഈസ് ദിസ്? പൊളി. ഞാൻ ഗണ്ണിപ്പോഴാണ് കാണുന്നത് കേട്ടോ. ശരിക്കും പറഞ്ഞാൽ ഞാൻ അപ്ഡേറ്റ് ചെയ്തിട്ട് പിന്നെ നോക്കിയില്ല കേട്ടോ. പിന്നെ IBD 3Dക്കകത്താണെങ്കിൽ വേറെ ഒരുപാട് സാധനങ്ങളൊക്കെ വന്നിട്ടുണ്ട്. അതൊക്കെ ഞാൻ ഇച്ചിരി നേരം കഴിഞ്ഞിട്ട് ഞാൻ പറയാം. ഇവിടുന്ന് നോക്കിക്കഴിഞ്ഞാൽ എൻ്റെ ഫ്രണ്ടാണ് എനിക്ക് അപ്ഡേറ്റ് വന്നതെന്ന് പറഞ്ഞു തന്നത്. അപ്പോൾ ഞാൻ എന്തായാലും ഒന്ന് പോയി നോക്കട്ടെ എന്നാ ആകുമെന്ന് എനിക്ക് നോക്കണമല്ലോ. ഓക്കെ. ഇതൊക്കെ കാണുമ്പോൾ എനിക്ക് കുളിര് വരുന്നു ഫ്രണ്ട്സ്. എന്തൊരു എനിക്ക് ഇഷ്ടപ്പെട്ടു കേട്ടോ. ഐ ലവ്. ഇതെന്നാ സൂപ്പർ എന്നൊക്കെ എഴുതിയിരിക്കുന്നു. ഓക്കെ, ഐഫിൽ ടവർ കിട്ടിയിരിക്കുന്നു. നമ്മൾ പാരീസിലെത്തിയിരിക്കുന്നു ഇത്രയും പെട്ടെന്ന് തന്നെ ഫ്രണ്ട്സ്. നമ്മൾ പാരീസിലോട്ട് കടന്നു ചെല്ലുകയാണ്. ഇങ്ങനെ നോക്കാൻ പറ്റത്തില്ലല്ലോ ചേട്ടാ. അയ്യോ, ചെന്നെ ഇടിച്ച് കാണിട്ട് കാണാൻ പറ്റുമോ? ഓക്കെ, ഐഫിൽ ടവറിൻ്റെ മേളൊക്കെ കാണാൻ പറ്റുന്നുണ്ട്. പിന്നെ പോലീസ് സ്റ്റേഷൻ. നമ്മളിപ്പോൾ ആൾക്കാരെ കൊന്നു കഴിഞ്ഞാൽ പോലീസ് വരുമോ? പിന്നെ ഇവിടെ റെയിൽവേ സ്റ്റേഷൻ വന്നെന്ന് പറയുന്നത് കേട്ടു. നിറയെ അപ്ഡേറ്റ്. താങ്ക് യു ഫോർ ഈ ഇന്ത്യൻ ബൈക്കിൽ ഈ അപ്ഡേറ്റ് കൊണ്ടുവന്ന ആൾക്കാർക്ക് താങ്ക് യു. ഇന്ത്യൻ ബൈക്ക് കളിക്കുന്ന ഓരോരുത്തർക്കും ഇതാണ് ഞാൻ പറഞ്ഞ ഒരു സ്ഥലം. ഇതെന്നെ ബൈക്കും കൂടി ചേട്ടന്മാരൊക്കെ പോകുന്നത് ജിമ്മ്. ഓക്കെ, ഇനി നമുക്ക് നമ്മുടെ വീട്ടിലെ സാധനങ്ങളൊന്നും വേണ്ടെന്നാണ് തോന്നുന്നത്. നമുക്ക് ചേട്ടനെ ഇടിച്ച് കാട്ടിട്ടല്ലോ. ഓക്കെ, അടുത്തത് സ്റ്റേഡിയം. അടുത്ത സ്ഥലം നമ്മുടെ സ്റ്റേഡിയമാണ് കേട്ടോ. ഇതെന്നാ സ്റ്റേഡിയമാണെന്ന് നിങ്ങൾക്ക് അറിയാമോ ഫ്രണ്ട്സ്? നിങ്ങൾക്ക് ഇതെന്തിൻ്റെ സ്റ്റേഡിയമാണെന്ന് നോക്കിക്കഴിഞ്ഞാൽ നിങ്ങൾ പറയണേ ഇതെന്തിൻ്റെ സ്റ്റേഡിയമാണ്. ഞാൻ പറയുന്ന ഒരു ക്രിക്കറ്റ് സ്റ്റേഡിയം ആണെന്നാണ് എൻ്റെ ഒരു നിഗമനം. ഒരു ക്രിക്കറ്റ് സ്റ്റേഡിയം. പിന്നെ എൻ്റെ ഫ്രണ്ട് പറഞ്ഞ ഒരു വോളിബോളിൻ്റെ സ്റ്റേഡിയം ആണെന്നാണ്. നിങ്ങൾ പറയും ഇതെന്തിൻ്റെ സ്റ്റേഡിയമാണ്. പിന്നെ ഇപ്പോൾ മ്യൂസിക് സ്റ്റോറുണ്ട്, ടൂൾസിൻ്റെ ഉണ്ട്, സ്കൂൾ. ഇതാണ് ഞാൻ ഇത്രയും നാളും നോറ്റ് കൊണ്ടിരുന്ന ഈ സ്കൂൾ. എനിക്ക് ഇവിടെ ഇന്ത്യൻ ബൈക്കിൽ വരണമെന്ന് വലിയൊരു ആഗ്രഹം ഉണ്ടായിരുന്നു. അത് നടന്നു. ഇപ്പോൾ പിന്നെ ഫിഷ് ഷോ ഉണ്ട് ഇപ്പോൾ ഇവിടെ. നിറയെ അപ്ഡേറ്റ് എന്ന് വെച്ചാൽ അപ്ഡേറ്റ് കൊണ്ട് ആറാട്ടാണ്. പിന്നെ ഇപ്പോൾ നമുക്ക് IBD 3Dയിലോട്ട് പോകാം കേട്ടോ ഫ്രണ്ട്സ്. ഓക്കേ,
ഇതെന്താ സാധനം? ബാങ്കാണോ? എന്താണെന്ന് എനിക്കറിയത്തില്ല. ഓക്കെ, നമുക്കിനി അടുത്ത IBD 3Dയിലോട്ട് പോകാം. ഓക്കെ ഫ്രണ്ട്സ്, അപ്പോൾ നമ്മൾ IBD 3Dയിലോട്ട് എത്തിയിരിക്കുകയാണ്. IBD 3Dയിൽ ഞാൻ ഒന്ന് നോക്കിയായിരുന്നു കഴിഞ്ഞ ദിവസം. അപ്പോൾ ഇന്നത് ഇപ്പോൾ ആദ്യം ഈ ഒരു എത്ര മൃഗങ്ങളാണ് ഈ ചീറ്റ് 3യും ചീറ്റ് 4യും ചീറ്റ് 5ഉം ഒക്കെ ഉള്ളായിരുന്നു. പിന്നെയാണ് ഇതുപോലത്തെ കിഡിലും ഇത് വന്നത്. പിന്നെ വെഹിക്കിൾസിൽ പുതിയ ഒരെണ്ണം കൂടെ വന്നിട്ടുണ്ട്. എൻ്റെ 666 അടിച്ച് കഴിഞ്ഞാൽ എന്താ കിട്ടും. പിന്നെ ചീറ്റ് കോഡ്സിൽ നോക്കുവാണെങ്കിൽ ചീറ്റ് കോഡ്സാണ് ഇപ്പോൾ നോക്കിയത്. ഇപ്പോൾ ഒരു ഇതെന്തോ ഒരു പന്നിയുടെ മുഖം കണ്ടോ? എന്ത് വണ്ടിയാണ്? എനിക്കിതുവരെ മനസ്സിലായിട്ടില്ല കേട്ടോ, എന്നാ വണ്ടിയായിരുന്നു. പിന്നെ പ്ലെയർ മോഡ് നോക്കിക്കഴിഞ്ഞാൽ ഇപ്പോൾ ഇത്രയും ഇവർ 3 പേരുകൊണ്ട് ഈ അവസാനം കിടക്കുന്ന ഒരാൾ, അയാളുടെ പേരെനിക്ക് വലുതായിട്ട് കിട്ടുന്നില്ല, പക്ഷേ അയാൾ ഒരു യൂട്യൂബർ ആണെന്ന് എനിക്കറിയാം. പിന്നെ ചലഞ്ച് മോഡ് നോക്കിക്കഴിഞ്ഞാൽ ഇപ്പോൾ ഗോസ്റ്റ് ഉണ്ട്. പിന്നെ ഞാൻ നമ്മുടെ ഈ ഒരു V1 സിറ്റി എടുത്തത് തന്നെ നമ്മൾ ഇതിനകത്ത് നോക്കിയിട്ടാണ്. ഇനി ഗോസ്റ്റിൻ്റെ നമുക്ക് നോക്കാറുണ്ട്. പിന്നെ ഈ ടെക്സ്ചർ മോഡ് എന്നതിനൊന്നും പറഞ്ഞു തരാം ആരെങ്കിലും. എനിക്കിതുവരെ മനസ്സിലാക്കിയിട്ടില്ല. പിന്നെ ഇതെല്ലാം ഒന്നും നമുക്ക് നോക്കണം. ഇതൊക്കെ ഉണ്ട്, ഇച്ചിരിയും കൂടെ ഇട്ട് വേണം എനിക്കിതൊക്കെ നോക്കാൻ. പിന്നെ ഒരു സംഭവം കൂടെ നിങ്ങളെ കാണിക്കാറുണ്ട് കേട്ടോ. ചലഞ്ചിലിപ്പോൾ ഒരു പുതിയ ചലഞ്ചും കൂടെ വന്നിട്ടുണ്ട്, ഏലിയൻ്റെ. അത് നമ്മൾ വേറൊരു വീഡിയോയിൽ ഇടുന്നതായിരിക്കും. ഇപ്പോൾ നമുക്ക് സമയമില്ല. അപ്പോൾ ഇതൊക്കെയാണ് നമ്മുടെ ഇന്ത്യൻ ബൈക്ക് വന്ന അപ്ഡേറ്റ്. നമ്മളിനിയും ഒരു വർഷം ടൂറൊക്കെ പോകുന്നുണ്ട് നമ്മുടെ ടോണീനെയൊക്കെ കൂട്ടി. അപ്പോൾ വേറൊരു ദിവസം വേറൊരു വീഡിയോ ആയിട്ട് നമുക്ക് കാണാം. പെട്ടെന്ന് തന്നെ നമുക്ക് കാണാം. അപ്പോൾ സൈനിങ് ഓഫ് GGG ഗെയിമർ.